Hi friends, welcome to Candid Digest. So, we will discuss sensation and responses chapter. Last part, we will brain discuss. And we will last part. So, spinal cord we will start. Spinal cord നമ്മുടെ nervous systemത്തിലെ ഒരു ഭാഗമാണല്ലേ spinal cord. So ഈ spinal cord നമ്മുടെ medulla oblongata continuation ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ബ്രെയിനിന്റെ medulla oblongata ഈ ഒരു സൈഡിലായിട്ടാണ് വരിക. So അതിന്റെ continuation ആണ് spinal cord. So നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ? spinal cord. Spinal cord. So spinal cord ne patti parayumbo enda it is the continuation of medulla oblongata. So it is the continuation of medulla oblongata. And എന്താണ് ഇതൊക്കെ എന്താ നമ്മളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് ആണ്. ഇതൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ ഡെത്ത്, ഇറ്റ് ലീഡ്സ് സംടൈംസ് ഇറ്റ് മേ ലീഡ്സ് ടു പാരലൈസ്ഡ് ഓൾസോ. സോ ഇത് അത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇത് എന്താ ബ്രെയിൻ എന്തിന്റെ അകത്താ കവർ ചെയ്തിട്ടുള്ളത്? ബ്രെയിൻ സ്കള്ളിന്റെ അകത്താണ് അല്ലെ. സോ സ്പൈനൽ കോഡ് വെർട്ടിബ്രൽ കോളത്തിന്റെ ഇൻസൈഡിലാണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് inside the vertebral column. So നമ്മൾ ബ്രെയിനിന്റെ കേസിൽ എന്താ പറഞ്ഞേ? അതിനെ 3 layered membrane meninges ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ സ്പൈനൽ കോഡിനും എന്താണ്? മെനിഞ്ചസും പ്രൊട്ടക്റ്റീവ് കവർ ആയിട്ടുണ്ട്. സോ മെനിഞ്ചസ് ഓൾസോ പ്രസന്റ്. എന്താണ്? മെനിഞ്ചസും പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ഉണ്ട്. ഇനി നമ്മളിവിടെ സ്പൈനൽ കോഡിന്റെ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സെൻട്രലിൽ ഒരു കനാല് പോലെ കാണാൻ പറ്റുന്നുണ്ട്. സെൻട്രലിൽ ഒരു സർക്കിൾ ടൈപ്പ് കാണുന്നില്ലേ? അതാണ് അതിന്റെ സെൻട്രൽ കനാല്. സോ ഈ സ്പൈനൽ കോഡിന്റെ സെൻട്രൽ കനാലിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. സോ ബ്രെയിനിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ സെൻട്രൽ കനാലിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ CSF is present inside the central canal. So നേരത്തെ നമ്മൾ ബ്രെയിനിന്റെ കേസ് പറഞ്ഞപ്പോൾ സെറിബ്രത്തിന്റെ ഔട്ട്സൈഡിൽ ഗ്രേ മാറ്ററും ഇൻസൈഡിൽ വൈറ്റ് മാറ്ററും ആണ്. ബട്ട് ഇവിടെ സ്പൈനൽ കോഡിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. വൈറ്റ് മാറ്റർ ഇസ് സീൻ ഔട്ട്സൈഡ് ആൻഡ് ഗ്രേ മാറ്റർ ഇസ് സീൻ ഇൻസൈഡ്. സോ എന്താണ് സ്പൈനൽ കോഡില് white matter present outside. White matter is present outside and gray matter inside. Gray matter is seen inside. ഇനി സ്പൈനൽ കോഡ് നമ്മളെ ഡിഫറെന്റ് പാർട്സ് നമ്മളെ ബോഡിയിലെ പല പാർട്സുമായിട്ട് കണക്റ്റഡ് ആണ്. സോ നേരത്തെ നമ്മൾ പറഞ്ഞു നെർവസ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ 31 pairs ഓഫ് സ്പൈനൽ നെർവ്സ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം സ്പൈനൽ കോഡ് 31 pairs ഓഫ് സ്പൈനൽ നെർവ്സ് വെച്ചിട്ടാണ് നമ്മളെ ബോഡീന്റെ ഡിഫറെന്റ് പാർട്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് എങ്ങനെയൊക്കെ 2 തരത്തിലുള്ള നെർവ്സ് ആണ്. ഡോർസൽ റൂട്ടും ഉണ്ട്, വെൻട്രൽ റൂട്ടും ഉണ്ട്. സോ 31 pairs ഓഫ് സ്പൈനൽ നെർവ്സ് ആണ് നമ്മളെ ബോഡിയിൽ കണക്ട് ചെയ്തിട്ടുള്ളത് സ്പൈനൽ കോഡുമായിട്ട്. അതിൽ ഒന്ന് ഡോർസൽ റൂട്ടും പിന്നെ ഒന്ന് വെൻട്രൽ റൂട്ടും വെച്ചിട്ടാണ്. അപ്പൊ ഈ ഡോർസൽ റൂട്ട് എന്താ ചെയ്യുന്നത്? നമ്മളെ സെൻസറി ഇമ്പൾസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ കോഡിലോട്ടേക്ക് പോകേണ്ട ഇമ്പൾസസിനെയാണ് ഡോർസൽ റൂട്ട് ക്യാരി ചെയ്യുന്നത്. വെൻട്രൽ റൂട്ടോ മോട്ടോർ ഇമ്പൾസസ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡിയിലേക്ക് പോകേണ്ട ഇമ്പൾസസിനെയാണ് വെൻട്രൽ റൂട്ട് ക്യാരി ചെയ്യുന്നത്. സോ എന്തൊക്കെയാ? ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും 31 pairs ഓഫ് സ്പൈനൽ നെർവ്സ് ഉണ്ട്. അതില് ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും. അപ്പൊ ഈ ഡോർസൽ റൂട്ട് എന്താ ചെയ്യുന്നത്? സെൻസറി ഇമ്പൾസസിനെ ക്യാരി ചെയ്തിട്ട് സ്പൈനൽ കോഡിലേക്ക് എത്തിക്കും. അതാണ് ഡോർസൽ റൂട്ട്. സെൻസറി ഇമ്പൾസസിനെ ക്യാരി ചെയ്യും. carries sensory impulses and ventral root carries motor impulses
ഫ്രം സ്പൈനൽ കോഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡി. അപ്പം നമ്മൾ ഇമ്പൾസസ് ബ്രെയിനിലോട്ടേക്കാണ് എത്തേണ്ടത്. അപ്പം ഈ സ്പൈനൽ കോഡാണ് ബ്രെയിനിലോട്ടേക്ക് ഇമ്പൾസസിന് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. സ്പൈനൽ കോഡിന് വേറെ ഒരു ഫംഗ്ഷൻ കൂടിയുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്ന് നടക്കും അങ്ങാണ്ട് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ പെട്ടെന്ന് സഡൻ ആയിട്ട് റാപ്പിഡ് ആയിട്ട് ഫങ്ഷൻസ് എന്തെങ്കിലും ചെയ്യാൻ, ഇപ്പം സപ്പോസ് പെട്ടെന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പാമ്പിനെ കണ്ടെന്ന് വെച്ചോ, അപ്പോൾ ആ പാമ്പിനെ കാണുമ്പോൾ നമ്മൾ എന്താ അവിടെ തന്നെ നിന്ന് നോക്കുമല്ലോ ചെയ്യുമോ. അപ്പോൾ പെട്ടെന്ന് എന്താണ് നമ്മുടെ ബോഡിയിൽ സഡൻ റാപ്പിഡ് ആയിട്ട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? നമ്മളെ സ്പൈനൽ കോഡാണ്. അപ്പോൾ ഞാനിപ്പോൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുന്നിലോട്ട് ഒരു തേനീച്ച വന്നു എന്ന് വിചാരിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യുക? ഇങ്ങനെ നിന്ന് കൊടുക്കില്ലല്ലോ. പെട്ടെന്ന് എൻ്റെ ഫേസ് എന്താ, ഞാൻ പിറകോട്ടേക്ക് വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് തട്ടി മാറ്റുമല്ലേ. അതൊക്കെ എന്താണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ, കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ലല്ലോ. എൻ്റെ ഉള്ളിൽ നിന്ന് ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന ഒരു ചേഞ്ച് ആണ്. സപ്പോസ് ഇപ്പൊ നടന്നു പോകുമ്പോൾ തന്നെ കാലിന് ഒരു ആണി കയറി എന്ന് വിചാരിച്ചോ, അപ്പൊ തന്നെ പെട്ടെന്ന് ഞാനത് ലെഗ് എന്ത് ചെയ്യും, പെട്ടെന്ന് അത് വിഡ്രോ ചെയ്യും അല്ലെ. അതൊക്കെ എന്താണ്, ഇൻവോളണ്ടറി നടക്കുന്ന ചേഞ്ചസ് ആണ്. സോ ഈ സഡൻ ആയിട്ട് ആക്സിഡന്റൽ ആയിട്ട് നടക്കുന്ന ഈ ചേഞ്ചസിനെ നമുക്ക് റിഫ്ലെക്സ് ആക്ഷൻസ് എന്ന് വിളിക്കാം. സോ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി ചേഞ്ചസ്. ആക്സിഡന്റൽ ആൻഡ് ഇൻവോളണ്ടറി ചേഞ്ചസ്. സോ നമുക്ക് ഈ റിഫ്ലെക്സ് ആക്ഷൻ ഇതെങ്ങനെയാണ്, ഈ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിന്റെ ഈ പ്രോസസ്സിന് നമുക്ക് ഒരു ചാർട്ട് വൈസോ അല്ലെങ്കിൽ ഒരു സൈക്കിൾ പോലെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ എന്താ പറയാ, റിഫ്ലെക്സ് ആർക്ക്. എന്താണ് പറയുന്നത്, റിഫ്ലെക്സ് ആക്ഷനും റിഫ്ലെക്സ് ആർക്കും. റിഫ്ലെക്സ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആക്സിഡന്റൽ ആൻഡ് സഡൻ ചേഞ്ചസ്, ഇൻവോളണ്ടറി ചേഞ്ചസിനെയാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ആ റിഫ്ലെക്സ് ആക്ഷൻ എങ്ങനെ നടക്കുന്നതെന്ന് പറയുന്നത് എന്താണ്, റിഫ്ലെക്സ് ആർക്ക്. സോ റിഫ്ലെക്സ് ആർക്കില് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോ എന്റെ കൈ പൊള്ളി എന്ന് വിചാരിക്കൂ. അപ്പൊ അവിടെ പൊള്ളുമ്പോ എന്താണ് അവിടുത്തെ ഫാക്ടർ എന്താ, സ്റ്റിമുലസ് എന്താ, ഹീറ്റ് അല്ലേ. അപ്പം ആ ഹീറ്റ് എന്റെ കയ്യിൽ എങ്ങനെയാണ് എനിക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്, റിസപ്റ്റർ ഉണ്ട് അല്ലെ. ആ റിസപ്റ്റർ എന്താ ചെയ്യുന്നത്, ഇപ്പം ഇവിടെ ഹീറ്റ് ആണ് സ്റ്റിമുലസ്, എന്താണ് ഹീറ്റ് ആണ് ഇവിടുത്തെ സ്റ്റിമുലസ്. സോ സ്റ്റിമുലൈ എന്താ, ഹീറ്റ്. സോ ഈ ഹീറ്റ് എന്താ, എന്റെ കയ്യിൽ ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റർ ആണ് ഇതിനെന്ത് റിസീവ് ചെയ്യുന്നത്. സോ റിസപ്റ്റർ എന്ത് ചെയ്തു, ഈ ഹീറ്റ് ഈ ഫാക്ടറിനെ റിസീവ് ചെയ്തു. അപ്പം ഈ റിസപ്റ്റർ ഇവിടുന്ന് ഇത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ചാണല്ലോ ഇമ്പൾസസിനെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതൊക്കെ പോളാരിറ്റി ചേഞ്ച് വന്നപ്പോഴാണ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ റിസപ്റ്റർ എന്താ ചെയ്യുന്നത്, ജനറേറ്റ് ഇമ്പൾസസ്. റിസപ്റ്റർ ജനറേറ്റ് ഇമ്പൾസസ്. അപ്പം ഈ ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇമ്പൾസസിനെ ബ്രെയിനിലോട്ടേക്ക് എത്തിക്കണം അല്ലെ. അപ്പം ബ്രെയിനിലോട്ടേക്ക് എല്ലാ ഇമ്പൾസസും പെട്ടെന്ന് ബ്രെയിനിലോട്ടേക്ക് എത്തണമെന്നില്ല. അത് സ്പൈനൽ കോഡിലോട്ടേക്കും ചിലത് എത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. അപ്പം ഈ ടൈപ്പ് ചേഞ്ചസിന് ഈ ഇമ്പൾസസ് ഒക്കെ എവിടെയാ, സ്പൈനൽ കോഡിലോട്ടേക്ക് എത്തുക. അപ്പം റിസപ്റ്റർ ഇനി എവിടത്തേക്കാ പോവാ, സെൻസറി ന്യൂറോൺ. സെൻസറി ന്യൂറോൺ ആണ് ഈ ഇമ്പൾസസിനെ ക്യാരി ചെയ്യുക. സെൻസറി ന്യൂറോൺ ഇമ്പൾസസിനെ ക്യാരി ചെയ്യും. അപ്പം സെൻസറി ന്യൂറോൺ എന്താ ചെയ്യുക, ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ്. ക്യാരീസ് ഇമ്പൾസസ്. റിസപ്റ്ററിൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസറി ന്യൂറോൺ അവിടെ നിന്ന് ഇമ്പൾസസിനെ സ്പൈനൽ കോഡിലോട്ടേക്ക് ക്യാരി ചെയ്യും. ക്യാരീസ് ഇമ്പൾസസ് ടു സ്പൈനൽ കോഡ്. അപ്പം ഈ സ്പൈനൽ കോഡിലോട്ടേക്ക് ഇമ്പൾസസ് എത്തി അല്ലെ. ഇനി നെക്സ്റ്റ് എന്താ, ഒരു ഇന്റർ ന്യൂറോൺ ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു ഇന്റർ ന്യൂറോൺ ഉണ്ട്. ഇന്റർ ന്യൂറോൺ. ഈ ഇന്റർ ന്യൂറോൺ എന്താ ചെയ്യുക, ഇന്റർ ന്യൂറോണ് സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും കണക്ട് ചെയ്യും. എന്നിട്ട് അതെന്താ ചെയ്യാം, ക്വിക്ക് ആയിട്ടുള്ള ഈ സെൻസറി ഇമ്പൾസസിന് കണക്കായിട്ട് പെട്ടെന്ന് എന്താണ് ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്യും. സോ ഇന്റർ ന്യൂറോൺ എന്താ, ഇറ്റ് കണക്ട്. So it connect sensory neuron and motor neuron. സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും കണക്ട് ചെയ്യുന്ന ഒരു ന്യൂറോൺ ആണ് എന്ത്, ഇന്റർ ന്യൂറോൺ. ആൻഡ് ഇതെന്താണ്, ഇറ്റ് ജനറേറ്റ് ക്വിക്ക് റെസ്പോൺസസ്. പെട്ടെന്നായിട്ട് സഡൻ ആയിട്ട് എന്താകും, അതിന് സെൻസറി ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിന് പെട്ടെന്നായിട്ട് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യും. ഇറ്റ് ജനറേറ്റ് ക്വിക്ക് റെസ്പോൺസസ് ടു sensory impulses. So
ഇപ്പൊ എവിടെ എത്തി? ഇമ്പൾസസിനെ ക്യാരി ചെയ്തിട്ട് സ്പൈനൽ കോഡിലോട്ടേക്ക് എത്തി. ഇനി ഈ സ്പൈനൽ കോഡ് എന്താണ്? നമ്മുടെ ഈ കൈയാണല്ലോ, ഇവിടെ ഹാൻഡ് ആണ് എന്താ ഹീറ്റിന് ഇതായിട്ടുള്ളത്. അപ്പം പെട്ടെന്ന് ഹാൻഡ് വിഡ്രോ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ സ്പൈനൽ കോഡ് എന്നാണ് വീണ്ടും ഇമ്പൾസസ് തിരിച്ചു വരേണ്ടത് ആ റിലേറ്റഡ് മസിലിലോട്ടേക്ക്. സോ ഇവിടുന്ന് തന്നെ ഇന്റർ ന്യൂറോണ് സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും കണക്ട് ചെയ്യും. അപ്പൊ ഇനി നെക്സ്റ്റ് എന്താ? ഇനി എന്താ? മോട്ടോർ ന്യൂറോൺ ആണ്. മോട്ടോർ ന്യൂറോൺ എന്താ ചെയ്യുക? മോട്ടോർ ന്യൂറോണ് എവിടുന്ന്? സ്പൈനൽ കോഡിന്ന് ഇമ്പൾസസ് ക്യാരി ചെയ്യും. ക്യാരീസ് ഇമ്പൾസസ് ഫ്രോം സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന്ന് ഇമ്പൾസസിനെ ആരാണ് ക്യാരി ചെയ്യുക? മോട്ടോർ ന്യൂറോൺ. സ്പൈനൽ കോഡിന്ന് ഇമ്പൾസസിനെ ക്യാരി ചെയ്യും. അപ്പം ഈ ഇത് ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ? ഇത് റിലേറ്റഡ് മസിൽ. ഇപ്പൊ ഇവിടെ എന്താണ്? ഹാൻഡ് അല്ലേ എടുത്തിട്ടുള്ളത്. ആ റിലേറ്റഡ് ആയിട്ടുള്ള ഏതാണോ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഭാഗത്തിലേക്ക് എന്താ ഇമ്പൾസസിനെ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹാൻഡ് വിഡ്രോ ചെയ്യും. ഇവിടെ ഹീറ്റാണ് ഹാൻഡിന് ഇതാക്കിയിട്ടുള്ള. കൈയാണ് പൊള്ളുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം കൈയാണ് എനിക്ക് പെട്ടെന്ന് വിഡ്രോ ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു സൈക്കിളാണിത്. അപ്പം സ്പൈനൽ കോഡിൽ ഇമ്പൾസസ് എന്താവും? മോട്ടോർ ന്യൂറോൺ വഴി എവിടെയാണോ എത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് ഹാൻഡ് എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. ഇതിനെയാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്.